ആന്റി, സിദ്ധാർത്ഥൻ അങ്കിൾ എന്നെ ആക്ഷേപിക്കുന്ന പോലെ സംസാരിക്കുക. നന്ദനെ കാണാൻ അനുവദിക്കുന്നില്ല. തല്ലാനും തുടങ്ങുക. എന്താ ഇതൊക്കെ? നന്ദനും ഞാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്കിളിനും ആന്റിക്കും അറിയാവുന്നതല്ലേ? അതറിയാവുന്നത് കൊണ്ടാ മേലിൽ ഈ ഗേറ്റിനൊപ്പുറം കാലുകുത്തരുതെന്ന് ഞാൻ പറഞ്ഞത്. സമാധാനമായിട്ട് പൊക്കൊണ്ടിരുന്ന കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അത് കുളമാക്കിയത് നിങ്ങളൊക്കെ കൂടിയാ. അതിന് ഉത്തരവാദി ഞാനാണോ? ആണോ ആന്റി? ഋഷിയെ അപകടപ്പെടുത്തിയത് നന്ദനല്ലേ? ഞാനും കെവിനും നന്ദന്റെ രക്ഷയ്ക്കാ വന്നത്. രക്ഷയുടെ ഉദ്ദേശവും പശ്ചാത്തലവും ഒക്കെ ഇനി വ്യക്തമാവേണ്ട കാര്യമല്ലേ? എന്തായാലും നന്ദനെ കാണാമെന്ന് കരുതണ്ട. ഇനിയും ദേഷ്യം പിടിപ്പിച്ച എന്റെ രീതി മാറും. ആന്റി, ആന്റി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണോ? അങ്കിളിനെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. എന്നെ നന്ദനെ കാണാൻ അനുവദിക്കേ, അല്ലെങ്കിൽ നന്ദനെ ഇങ്ങോട്ട് വിളിക്കേ. പറ്റില്ല ഇസ്ബല്ല. ആന്റി, രണ്ടും നടക്കില്ല. സിദ്ധു പറഞ്ഞതനുസരിക്ക്. ഇസബല്ല തിരിച്ചു പോ. അങ്കിളിനെ പേടിച്ചിട്ടാണോ ആന്റി ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്? ആന്റി, ആ ജഡ്ജി ഹരിസാറ് ഋഷിയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞതൊക്കെ അറിഞ്ഞില്ലേ? അത് നന്ദന് കുരുക്കാവും. അവൻ കുരുങ്ങിക്കോട്ടെ, ഞങ്ങൾ അങ്ങ് സഹിച്ചു. എന്താ കൂടെ കുരുങ്ങുമെന്ന് പേടിച്ചിട്ടാണോ ഓടി ഇങ്ങോട്ട് വരുന്നത്? ഇസബല്ല, ദയവായിട്ട് ഇപ്പൊ പോ. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, അവന്റെ ഫ്രണ്ട്സ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത് വാക്കാ. ആന്റി, ഞാനൊന്ന് പറയട്ടെ. പോകാൻ പറഞ്ഞ പൊക്കോളണം. നന്ദന്റെ ഭാവി ആലോചിച്ച് തകർന്നു നിൽക്കുക ഞങ്ങള്. അതിനിടയിൽ ഓരോ വാശി കാണിച്ചു വന്ന് ഞങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഓ ചെല്ല്. നന്ദ, ഇറങ്ങിപ്പോ. പോകാൻ പോകാൻ. സിദ്ധു, ഇനി ഇവിടെ നിന്റെ ശബ്ദം പോകിയ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോവാൻ.